കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇന്ന് ശിശുദിനമാണല്ലോ. ശിശുദിനം നാം എല്ലാവരും അത് ആഘോഷിക്കുന്നു. ശിശുക്കളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷം ഇല്ലേ? കുട്ടികൾ, കുഞ്ഞുങ്ങൾ, ആ നിഷ്കളങ്കമായ മുഖത്തോടു കൂടിയുള്ളതായ ചിരി, പല്ലുകൾ വരാത്ത കുഞ്ഞുങ്ങൾ ആ മോണ കാണിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ ചിരിക്കുന്നത് മാതാപിതാക്കളെ മാത്രമല്ല, നമ്മെ ഏവരെയും സന്തോഷിപ്പിക്കുകയും നമ്മുടെ ഉള്ളത്തെ കുളിർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് ഈ ശിശുദിനത്തിൻ്റെ ആഘോഷങ്ങളുടെ മധ്യത്തിൽ ലോകമെമ്പാടുമുള്ള ശിശുക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. തീർച്ചയായും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും കുഞ്ഞുങ്ങൾ പിറക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലവുമാകുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു. മക്കൾ നമുക്ക് ദൈവം തരുന്ന അവകാശമാണ്, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ്. എത്രയോ ദമ്പതികൾ വിവാഹം കഴിഞ്ഞു, പക്ഷെ കുഞ്ഞുങ്ങളില്ല. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ധാരാളമുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഒരു കുഞ്ഞിനെ കാണാൻ കിട്ടാതെ, ഒരു കൊച്ചിനെ ലാളിക്കാൻ കിട്ടാത്ത വിഷമത്തിൽ കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. എന്നാൽ നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തന്നു, മക്കളെ തന്നു, കൊച്ചുമക്കളെ തന്നു. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ ശിശുദിനത്തിൻ്റെ ദിവസം ശിശുക്കളെ തന്ന ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും നമുക്ക് ദൈവത്തോട് അറിയിക്കാം. ബൈബിളിൽ ശിശുക്കളെക്കുറിച്ച് ധാരാളം യേശു പറഞ്ഞിട്ടുണ്ട്. യേശുവിന് ശിശുക്കളോട് വളരെ സ്നേഹവും വാത്സല്യവുമായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. യേശു തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. കുറേ ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ യേശു ഒന്ന് തൊടണം, യേശു ഒന്ന് അനുഗ്രഹിക്കണം, അതവരാഗ്രഹിച്ചു. മാതാപിതാക്കളെ, നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല ആഗ്രഹങ്ങൾ നിങ്ങൾ ഉണർത്തിയെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ മോനെ കർത്താവ് ഒന്ന് തൊടണം, യേശു ഒന്ന് തൊടണം. അത് നല്ല ആഗ്രഹമാണ്. യേശു തൊട്ടാൽ അവിടെ അനുഗ്രഹം പകരും. യേശു തൊട്ടാൽ അനുഗ്രഹമാണ്. യേശു തൊട്ടാൽ സൗഖ്യമാണ്. യേശു തൊട്ടാൽ ആ കുഞ്ഞിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചു, യേശു തൊടേണ്ടതിന് ചിലരെ കൊണ്ടുവന്നുള്ളൂ. ചിലരതൊന്നും വലിയ മൈൻഡൊന്നും ചെയ്തില്ല. ഇപ്പം യേശു ഒന്ന് തൊട്ടാൽ ഇപ്പം എന്നാ കിട്ടാൻ അല്ലേ? അങ്ങനെയല്ല പ്രിയരെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹം, ദൈവിക അനുഗ്രഹം വരണമെന്ന് നാം ആഗ്രഹിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നിടത്ത്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. കൈക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ. ഞങ്ങൾക്ക് കൃപയാൽ 3 ആൺകുഞ്ഞുങ്ങളെയാണ് കർത്താവ് തന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് 28 ദിവസമായ സമയം മുതൽക്കേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ പായിൽ കിടത്തി ആ തിരുവചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കിടത്തുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഈ വചനത്തിൽ നിന്നും സ്ഫുരിക്കുന്നതായ ചില ദൈവീക സ്നേഹത്തിൻ്റെ സ്ഫുരണങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ വന്നടിക്കും. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളിലൂടെ വ്യാപരിക്കുമ്പോൾ അത് ആ കുഞ്ഞുങ്ങളെയും തഴുകി തലോടിപ്പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, അവർക്ക് വല്ല ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ അവർക്ക് വല്ല രോഗം വരുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കരുത്. ഇൻഫെക്ഷനെയും രോഗങ്ങളെയും എല്ലാം മറികടക്കുന്നതാണ് ദൈവ സാന്നിധ്യം. പോകട്ടെ, ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, യേശു ഒന്ന് തൊടണം. പക്ഷേ ശിഷ്യന്മാർ ആ മാതാപിതാക്കളെ ശാസിച്ചു, നിങ്ങളങ്ങനെ ശിശുക്കളെ ഒന്നും കൊണ്ടുവരണ്ട, യേശുവിന് വലിയ തിരക്കാണ്, യേശുവിന് വചനശുശ്രൂഷയുണ്ട്, ഒത്തിരി ശുശ്രൂഷകളുണ്ട്, നിങ്ങളെങ്ങനെ ശല്യം ചെയ്യല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. അവർ തടുക്കുന്ന വലിയൊരു സമൂഹമുണ്ട് നമ്മുടെ ചുറ്റുപാടും. കർത്താവിന് സ്തോത്രം. യേശുവിനോട് കൂടുതൽ അടുക്കുന്നതിന്, അത് ശിശുക്കളാകട്ടെ വലിയവരാകട്ടെ, യേശുവിനോട് അടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഉന്നതന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്, അത് രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്, സാമൂഹികമായ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്,
മതത്തിൽ പ്രവർത്തിക്കുന്നവർ പോലും ഉണ്ട്. എന്തിന്? ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്നവർ പോലും ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് തടസ്സം നിൽക്കുന്നവരുണ്ട്. പോകട്ടെ, ഈ തടസ്സങ്ങളൊന്നും നോക്കിക്കൊണ്ട് നാം നിന്നാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുകയില്ല. ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചു യേശു ഒന്ന് തൊട്ടെങ്കിൽ. യേശു അവരുടെ ആഗ്രഹം കണ്ടു. 14-ാമത്തെ വാക്യം, യേശു അത് കണ്ടാറെ മുഷിഞ്ഞു. ഏത്? ശിഷ്യന്മാർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് തടസ്സം ചെയ്യുന്നത് കണ്ടിട്ട് യേശു മുഷിഞ്ഞു എന്ന് പറഞ്ഞാൽ അല്പം ഗൗരവമായി പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. വലിയൊരു ആത്മീയ മർമ്മമാണ് കർത്താവ് പറഞ്ഞത്. ശിശുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. ആ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, ആ നിർമ്മല സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് മറ്റൊന്നും അറിയില്ല, ഇല്ലേ? ആ നിഷ്കളങ്ക സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ, ആ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുതെന്ന് യേശു പറഞ്ഞു. അതേ, നാം ആരെയും തടുക്കരുത്. യേശുവിലേക്ക് വരുന്ന ആരെയും, കുഞ്ഞുങ്ങളാകട്ടെ, പ്രായമായവരാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ആരെയും നാം തടുക്കരുത്. അത് വലിയ ദോഷമാണ്, വലിയ ദോഷം. കർത്താവിന് സ്തോത്രം. നാം യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടവരാണ്. എന്നാൽ കാണിച്ചു കൊടുക്കുന്നതിൽ നിന്ന് മാത്രമല്ല, യേശുവിലേക്ക് ജനം പോകുന്നതിനെ തടുക്കുന്നു. അത് കഷ്ടമാണ്. അതിന് നാം ഒരിക്കലും ഇട കൊടുക്കരുത്. യേശു പറഞ്ഞു, സ്തോത്രം, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കണ്ട. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ശിശു ഹൃദയമുള്ളവനാണെന്ന് യേശു പറഞ്ഞു. ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കമായ ഒരു സ്നേഹം, നിഷ്കളങ്കമായ അനുസരണം, നിഷ്കളങ്കമായ ആശ്രയം, ഇതുപോലെ നാം ഓരോരുത്തരും ദൈവത്തെ നിഷ്കളങ്കമായി വിശ്വസിക്കുകയും ദൈവത്തെ നിഷ്കളങ്കമായി സ്നേഹിക്കുകയും ദൈവത്തിൽ നിഷ്കളങ്കമായി ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകുന്നത്. ഈ ശിശുദിനത്തിൻ്റെ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുതെന്ന് പറഞ്ഞ ആ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക പ്രകാരം നമ്മുടെ ശിശുക്കളെ നമുക്ക് കരുതാം, യേശുവിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ യേശു ആരാണെന്നും യേശുവിൻ്റെ സ്നേഹം എന്താണെന്നും യേശു അവർക്കും കൂടി എന്താണ് കാൽവറിയിൽ ചെയ്തതെന്നും നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. പോരാ, നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തിൽ, കൊച്ചു കുടുംബത്തിൽ, അപ്പനും അമ്മയും എല്ലാവരും ചേർന്നുള്ള കൊച്ചു കുടുംബത്തിൽ ക്രിസ്തുവിനെ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും മാത്രമല്ല, കുടുംബജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പരസ്പരം വ്യാപരിക്കുന്നത് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ കർത്താവിനെ കണ്ടെത്താൻ ഇടയാകുവാൻ തക്കവണ്ണം ഒരു മാതൃകാ ജീവിതം നമുക്ക് നയിക്കാം. ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2024 ഫെബ്രുവരി 5-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷം തികയായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ മൂത്ത മോൻ്റെ വൈഫ് മോളും ചേർന്ന് ഞങ്ങൾക്ക് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ചില ക്രമീകരണങ്ങൾ ചെയ്തു. ഞങ്ങൾ അറിഞ്ഞില്ല. അന്ന് വൈകിട്ട് ഞങ്ങളുടെ ഏറ്റവും അടുപ്പുള്ള ചില ബന്ധക്കാരെയും സ്വന്തക്കാരെയും സഹോദരങ്ങളെയും വിളിച്ചുകൂട്ടി. അവരാണ് എല്ലാം ചെയ്തത്. അത് സന്തോഷമായിരുന്നു. എന്നാൽ അതിലും വലിയ സന്തോഷം, ഞാൻ പോഴ്ചയ്ക്കായിട്ട് പറയുകയല്ല, ഞങ്ങൾക്ക് ദൈവം തന്ന 3 കുഞ്ഞുങ്ങളും പിന്നീട് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മൂത്ത മോൻ്റെ ഭാര്യ, ഞങ്ങളുടെ മോളും, അവർ 4 പേരും ഒരുമിച്ച് ഓരോരുത്തരായി അവരുടെ അനുഭവങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയാനിടയായി. അവർ പറഞ്ഞു, ഞങ്ങൾ ജനിച്ച കാലം മുതൽ ഞങ്ങളുടെ പപ്പയും അമ്മയും വഴക്കുകൂടി കണ്ടിട്ടില്ല, മുഖം മുഷിഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല. കുട്ടികൾ വീണ്ടും പറഞ്ഞു, ഞങ്ങളുടെ റോൾ മോഡൽ ഞങ്ങളുടെ പപ്പയും അമ്മയുമാണെന്ന്. ഞാൻ ഒരു പിതാവായി ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ദുഃഖം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. കർത്താവേ, ഈ ഭൂമിയിൽ കോടികളൊന്നും നേടിയില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരു റോൾ മോഡലാണ് ഞങ്ങളെന്ന് പറയുവാൻ ഈ കഴിഞ്ഞ 30 വർഷമായി ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ല എന്നും വീട്ടിൽ ഭിന്നത ഉണ്ടാക്കിയിട്ടില്ലെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അറിയാവുന്ന കുഞ്ഞുങ്ങൾ അത് സാക്ഷിച്ചപ്പോൾ വാസ്തവമായി ഞാൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. സന്തോഷമുണ്ട്. കർത്താവിന് മഹത്വം കരയേറ്റുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും.
ഇല്ലാത്ത പണം വായ്പ വാങ്ങി നിങ്ങൾ ധാരാളം വാങ്ങിക്കൊടുക്കും. ഇല്ലേ? കൊടുത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ മാതൃകയുള്ള ജീവിതമാണ്. അപ്പനും അമ്മയും ഒരു മനസ്സായി ജീവിക്കുക. എത്രയോ കുഞ്ഞുങ്ങൾ, ധനാഢ്യരായ കുഞ്ഞുങ്ങൾ പോലും അവരുടെ അപ്പനും അമ്മയും ഒരു മനസ്സില്ലാത്തതുകൊണ്ടും സ്നേഹമില്ലാത്തതുകൊണ്ടും ഐക്യമില്ലാത്തതുകൊണ്ടും അവർ ഉള്ളു നീറിപ്പോഞ്ഞു കഴിയുന്നു. എനിക്ക് നേരിട്ട് പലരെ അറിയാം. പണമോ വലിയ മണിമാളികകളോ വലിയ ബിസിനസ് സാമ്രാജ്യമോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം കൊടുക്കുകയില്ല. മാതാപിതാക്കളുടെ ഒരു മനസ്സോടെയുള്ള ജീവിതവും സ്നേഹമുള്ള തലോടലും അവരെ മടിയിലിരുത്തി പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേദവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും നല്ല സതുപദേശങ്ങൾ കൊടുക്കുന്നതും അങ്ങനെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തുകയും ചെയ്യുന്ന ആ ദൈവിക വചന അടിസ്ഥാനത്തിലുള്ളതായ വളർച്ചയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്നത്. ഞാൻ ഈ ശിശുദിനത്തിൻ്റെ അന്ന് സ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം അവരുടെ മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, മാതൃകയുള്ള ജീവിതം നയിക്കൂ, ശിശുക്കളെ സ്നേഹിക്കൂ, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തൂ, കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുക, ബാല്യകാലം മുതൽ ദൈവവചനം കേൾപ്പിക്കുക, ജീവനുള്ള ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുക, വചനത്തിൻ്റെ പൊരുൾ അവർക്ക് തിരിച്ചു കൊടുക്കുക, വേദവാക്യങ്ങൾ കാണാതെ പഠിപ്പിക്കുക. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനമാകും. അത് അനുഭവമുള്ള ഒരു പിതാവ് എന്ന നിലയിൽ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ മോൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന മോളും ഞങ്ങൾക്ക് ദാനമായി തന്ന കൊച്ചുമോൻ തിമോത്തി 3 വയസ്സാകുന്നു. ആ മോനും ഞങ്ങളിന്ന് 4 തലമുറകൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആ കർത്താവ് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളും കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിയുവാനിടയായതിൻ്റെ ഭാഗ്യപദവി അനുഭവിച്ചുകൊണ്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വം കരയേറ്റുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ശിശുദിനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സമർപ്പണത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരൂ. കുഞ്ഞുങ്ങളെ, പ്രിയ കുട്ടികളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഓ ശിശുക്കളെ, എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. സ്തോത്രം. പിന്നെ അവൻ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു എന്ന് 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. യേശു അവരെ അണച്ചു, വാത്സല്യത്തോടെ യേശു ചേർത്ത് നിർത്തി. അവരുടെ മേൽ കൈവച്ചു, പോരാ അവരെ അനുഗ്രഹിച്ചു. യേശു തരുന്ന അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ യേശുവിൻ്റെ ഇരുകൈകളും ആണിപ്പുഴുതുള്ള ഇരുകരങ്ങളും വെച്ച് യേശു അവരെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, എല്ലാ ആത്മീയവും ഭൗതികമായ നന്മകളാലും നിറയ്ക്കട്ടെ എന്ന് ഈ ശിശു ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. സ്തോത്രം.